കർണാടകയിലെ മുൾക്കിയിലുള്ള ഡിവൈൻ കോൾ സെന്റർ ധ്യാന കേന്ദ്രത്തിൽ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നുവെന്ന ആരോപണം കെട്ടിച്ചമച്ചതാണെന്ന് ക്രൈസ്തവ നേതൃത്വം വ്യക്തമാക്കി. ഹൈന്ദവ സാഹോദര്യം തകർക്കാനുള്ള ചില സംഘടനകളുടെ ഗൂഢനീക്കമാണ് ആരോപണത്തിന് പിന്നിലെന്നും ഇവർ സൂചിപ്പിച്ചു. വിശ്വഹിന്ദു പരിഷത്താണ് ധ്യാനകേന്ദ്രത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. സൊസൈറ്റി ഓഫ് ഡിവൈൻ വേൾഡിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ധ്യാനകേന്ദ്രം 3 ഭാഷകളിലായാണ് മുൾക്കിയിൽ ധ്യാനം നടത്തുന്നത്. ഇംഗ്ലീഷ്, കൊങ്ങിണി, കന്നഡ ഭാഷകളിലായി നടത്തപ്പെടുന്ന ധ്യാനത്തിന് നിരവധി പേരാണ് എത്തിച്ചേരുന്നത്. ധ്യാനത്തിൽ ഹൈന്ദവരെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്നതായാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആരോപണം. സ്ഥാപനത്തിന്റെ ചുമതലയുള്ള ഫാദർ അബ്രഹാം ഡിസൂസയെ ക്രിമിനൽ കുറ്റം ചുമത്തുമെന്നാണ് VHP ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് ഫാദർ അബ്രഹാം ഡിസൂസ പറഞ്ഞു. സാഹോദര്യത്തിൽ കഴിയുന്ന ക്രൈസ്തവരെയും ഹൈന്ദവരെയും തമ്മിലടിപ്പിക്കാനുള്ള ശ്രമമാണ് ആരോപണത്തിന് പിന്നിലെന്നും ഫാദർ അബ്രഹാം ഡിസൂസ പറഞ്ഞു. ധ്യാനകേന്ദ്രത്തിനെതിരെയുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കർണാടക റീജിയണൽ കാത്തലിക് ബിഷപ്സ് കൗൺസിൽ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചാഡോ വ്യക്തമാക്കി. തങ്ങളുടെ ദേവാലയങ്ങൾ എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുകയാണെന്നും പ്രാർത്ഥനയ്ക്കും രോഗശാന്തിക്കുമായി ഇവിടെ എത്തുന്നവരെ സ്വാഗതം ചെയ്യുമെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. ഒരിക്കലും നിർബന്ധ മതപരിവർത്തനം നടത്തുന്നില്ലെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. ഷെക്കേന ന്യൂസ് ബ്യൂറോ, ബംഗളൂരു. ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.